11-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ സ്നേഹമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്, സൗഖ്യങ്ങളാണ്, അത്ഭുതങ്ങളാണ്. ആദ്യമായിട്ട് പാറശാലയിൽ നിന്നും ഗോഡ്വിനാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ ബ്രദർ പറയുന്നത് ഒരു ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതികഠിനമായ വയറുവേദനയോട് കൂടിയിട്ടായിരുന്നു താൻ എഴുന്നേറ്റത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആണ്, അത് പഴുത്ത് പൊട്ടാറായിരിക്കുന്നു, വേഗത്തിൽ തന്നെ ഒരു സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും, പോയിസൺ ആകും എന്ന വിധത്തിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ താൻ അന്ന് നടക്കുന്ന മിറക്കിൾ സൺഡേയിലേക്ക് കടന്നു വന്നു. അന്ന് ബ്രദർ തൻ്റെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചു. മീറ്റിങ്ങിൽ പോലും തനിക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ അസഹ്യമായ വേദനയുണ്ടായിരുന്നു. എന്നാൽ ഈ ബ്രദർ പറയുന്നത് ആ പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ ലൈഫിൽ നിന്ന് ആ വേദന മാറിപ്പോയി. പിറ്റേ ദിവസം താൻ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സിന് യാതൊരു പ്രശ്നവുമില്ല, സർജറി വേണ്ട, നോർമൽ ആയിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് തനിക്ക് ലഭിച്ചത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കത്തില്ല, നിക്കത്തില്ല, കിടക്കത്തില്ല, ആ ഒരു അവസ്ഥയില് ഫുള്ളും വേദനയാണ്. ഒരാഴ്ച കൊണ്ട് അകത്തുനിന്ന് ഗ്യാസ് വരുമ്പോഴൊക്കെ പുഴുത്ത സ്മെല്ലാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഗ്യാസിന്റെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് നിസ്സാരമായിട്ടാണ്. ആ കയ്യിലെ സൂചിയോടെ ഇവിടെ വന്നു, ഇവിടെ ബാക്കിലെ കസേരയൊക്കെ വെച്ചിട്ട് ആ ബാക്ക് അറ്റത്ത് കിടക്കുവാണെന്ന് പറഞ്ഞു, ഇരിക്കാൻ പറ്റാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. വേഗം എന്നെ വിളിച്ച്. എല്ലാത്തിനും സൊല്യൂഷൻ സഭയാണല്ലോ, സഭയിലേക്ക് വരാം, ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നാളെ പോവാന്ന് പറഞ്ഞു. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് സ്കാൻ ചെയ്തപ്പോഴേക്ക് അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് വച്ചിരിക്കാൻ പാടില്ല, വേഗത്തിൽ കൊണ്ട് കാണിക്കണം. ബ്ലഡിലോട് ചേർന്ന അപ്പോൾ തന്നെ ആള് തീരും. സ്ഥിരീകരിച്ചു ഇത് അപ്പൻഡിക്സ് ആണ്, പഴുത്തു പൊട്ടാറായി. മെഡിക്കൽ കോളേജിൽ പോകാനുള്ള റെഫറൻസ് അവർ എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ ഡ്യൂട്ടി സമയത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാ പുള്ളിക്കാരനാണ് പ്രശ്നം. അതായത് അത്ര സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അതെ അതെ. അപ്പോൾ ഞാൻ പാരസെറ്റമോളും വേറെ 3 ഗുളികയും കൂടെ അടിച്ചിട്ട് നേരെ ഇങ്ങ് വന്നു. ഇവിടെ വന്ന് ഞാൻ മൂലയിൽ പോയി ഒതുങ്ങിയിരുന്നു. പക്ഷെ ബ്രദർ കൈ വെച്ചിട്ടൊന്നും പറഞ്ഞില്ല, ബ്രദർ മാത്രം പറഞ്ഞു ഭയപ്പെടാതെന്ന് പറഞ്ഞു. സൗഖ്യമായെങ്കിൽ കയ്യിൽ റിപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും നല്ല കാര്യം. മിറക്കിൾ സൺഡേയിൽ എൻ്റെ കർത്താവ് കൊടുത്ത വലിയൊരു മിറക്കിളുമായിട്ടാണ് നമ്മുടെ ഗോഡ്വിൻ ബർ ആയിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നിടത്ത് എൻ്റെ കർത്താവ് വിടുവിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായിട്ടാണ് നമ്മുടെ ഗോഡ്വിൻ ബർ ഇരിക്കുന്നത്. എനിക്കൊന്ന് രാവിലെ ഗോഡ്വിൻ ബർ കഴിഞ്ഞ ഞായറാഴ്ച എഴുന്നേൽക്കാൻ പറ്റാതെ ഇവിടെ കിടപ്പായിരുന്നു, ഈ ചർച്ചിൻ്റെ ബാക്കിൽ കിടപ്പായിരുന്നു. അത്രത്തോളം പ്രയാസത്തോടെയാണ് ഗോഡ്വിൻ ബർ രാവിലെ ആയിരുന്നത്. എന്നാൽ വൈകുന്നേരം പ്രാർത്ഥിച്ചു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെടുത്ത് അടുത്ത ദിവസം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ചലിച്ചു. നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കേൾക്കാം. സിസ്റ്ററെ പറഞ്ഞാട്ടെ. സിസ്റ്ററെ, ഞായറാഴ്ച രാവിലെ 5 മണിക്ക് എണീക്കോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എണീക്കും. അതുപോലെ രാവിലെ 5 മണിക്ക് ഉണന്നു. 5 മണിക്ക് ഉണന്നിട്ട് നമ്മളെ മേളിൽ പോയിട്ട് യേശുവിനോട് സംസാരിക്കാനെന്ന് പറഞ്ഞു
അപ്പോൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു. വയറ് കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. വയറിലൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അടുത്ത് വീണ്ടും വന്ന് കിടന്നിട്ട് വീണ്ടും എണീറ്റ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്ക് മുമ്പ് വീണ്ടും എണീറ്റ് മുകളിൽ പോയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് താഴെ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കുറേ കഴിഞ്ഞിട്ട് അപ്പോഴപ്പോഴേ എണീക്കും, കിടക്കും, അങ്ങനെ തേയിലയൊക്കെ ചോദിച്ചു. അതൊക്കെ കൊടുത്തിട്ടും കുറഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വയറ് വേദനിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കത്തില്ല, നിൽക്കത്തില്ല, കിടക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഫുള്ളും വേദനയാണ്. നമുക്ക് രാവിലെ വന്ന് ഇവിടെ ആരാധനയ്ക്ക് ഇത് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 9 മണി വരെ നോക്കി. 9 മണി വരെ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ, പോയി കാണിക്കാം, ആശുപത്രി പോയി കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ചിൽ വന്ന് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ താക്കോലും കയ്യിലെടുത്തിട്ടാണ് പോയി. കാണിച്ചിട്ട് വരാം, ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചു. വയറ് ഫുള്ള് വേദനയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒട്ടും പറ്റുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു വേദന സഹിച്ചിട്ടില്ല. ആ രീതിയിലായിരുന്നു വേദന. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ വേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി പാറശാല ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെ നോക്കിയിട്ട് അവർ പെട്ടെന്ന് കണ്ടതും ഗ്യാസിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഇട്ട്, ഒരു ഇഞ്ചക്ഷൻ ഗ്യാസിൻ്റെത് കൊടുത്ത്, എന്നിട്ട് പെയിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. അവർ 1/2 മണിക്കൂർ നോക്കിയിട്ട് കട്ടിൽ ഇരിക്കുന്നില്ല, നിൽക്കണില്ല. അവർ തന്നെ കാണുന്നുണ്ട്, കണ്ടിട്ട് ഒരു വ്യത്യാസവും ഇല്ല, നിൽക്കുന്നില്ല, അങ്ങനെ വെപ്രാളമാണ്. അപ്പോഴേക്കും ജോൺ ബേർൺ അവിടെ നമ്മൾ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അവർ കയ്യിൽ സൂചി ഇട്ടിട്ടാണ് ഒരു ഇഞ്ചക്ഷൻ എടുത്തത്. ബ്രദറിനോട് വിളിച്ച് പ്രാർത്ഥിച്ച ബ്രദർ പറഞ്ഞു, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കട്ടിൽ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാണ്, ഫോൺ വഴി പ്രാർത്ഥിച്ചത്. അവിടെ നിന്ന് എണീറ്റ് ബ്രദർ നമ്മൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കുവാണെങ്കിൽ അവർ കുറേ അടുത്ത് ടെസ്റ്റൊക്കെ പറഞ്ഞ് അങ്ങനെ വിടും. നമുക്കിവിടെ ചർച്ചിൽ വരണം, ചിന്ത മൊത്തം അതാണ്, രാവിലെ ചർച്ചിൽ വരണമെന്നുള്ള ചിന്തയാണ്. അപ്പം ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എണീക്കാൻ പറഞ്ഞപ്പോഴത്തേന് നമ്മളെടുത്ത് പറഞ്ഞു, ജോൺ ബേർ നമുക്ക് എണീക്കാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലെ സൂചിയോടെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് ബാക്കിലിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ഇവിടെ ആരാധനയ്ക്ക് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ബാക്ക് സൈഡ് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ വീട്ടിലായിരുന്നു. ഞാൻ പോയി ഒരു 10 മിനിറ്റ് തന്നെ ഉടനെ തിരിച്ച് വിളിച്ച് വീണ്ടും അതുപോലെ സെയിം വേദന ഇളവി, എനിക്ക് ഇരിക്കാൻ വയ്യ. അപ്പോഴാണ് ഇവിടെ ബാക്കിലെ കസേരയൊക്കെ വെച്ചിട്ട് ആ ബാക്ക് അറ്റത്ത് കിടക്കുവാണെന്ന് പറഞ്ഞു, ഇരിക്കാൻ പറ്റാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. വേഗം എന്നെ വിളിച്ച്. അപ്പൊ തിരിച്ച് നമ്മൾ വന്നു. അപ്പൊ അതേ കണ്ടീഷൻ, അതേ കണ്ടീഷൻ, ഫുൾ പെയിൻ ആണ്, വയറ് ഫുൾ പെയിൻ ആണ്, അതേ കണ്ടീഷൻ. അപ്പൊ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതി വെച്ചിരുന്നു, ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് എഴുതി. നമ്മൾ അതൊന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നത്. അപ്പൊ വീണ്ടും വേദന വന്നപ്പോഴത്തേനും പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോയി ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. SP പോയി സ്കാൻ ചെയ്തപ്പോഴേക്കും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് സ്കാൻ ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞു, ഇത് പെട്ടെന്ന് വച്ചിരിക്കാൻ പാടില്ല, വേഗത്തിൽ കൊണ്ട് കാണിക്കണം. പക്ഷെ നമുക്കൊരു സീരിയസ് ആയിട്ട് അങ്ങനെ തോന്നിയില്ല, നമുക്കതിന് സീരിയസ് ഒന്നും തോന്നിയില്ല. നമുക്ക് ആരാധന നടക്കുന്നു, വരണം എന്നുള്ളൊരു ചിന്ത. മെറാക്കിൾ സൺഡേ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴും പറയില്ല, ഇന്ന് മെറാക്കിൾ സൺഡേ അല്ലേ, നമുക്ക് ചർച്ചിൽ പോകണം എന്നാ പറഞ്ഞുകൊണ്ടിരുന്ന സ്കാനിങ്ങിൽ അവർ ചെയ്തിട്ട് അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞു. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, വേഗത്തിൽ കൊണ്ട് കാണിക്കണം, വെച്ചോണ്ടിരിക്കണം. ഇത് 27-ാം തീയതി എടുത്ത സ്കാനിങ്, കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത സ്കാനിങ്, ഇത് അക്യൂട്ട് അപ്പൻഡിക്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മള് സ്കാൻ ചെയ്തിട്ട് തീരെ കഷ്ടമല്ലേ, അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു, സ്കാനും ചെയ്തിട്ട് കാഷ്വാലിറ്റി തന്നെ പോയി, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഇത് കണ്ടപ്പോഴേക്കും ഉടനെ ഡോക്ടർ, നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു ഡോക്ടറിന്റെ പേര് പറ, വേഗത്തിൽ കൊണ്ട് കാണിക്കണം, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മെഡിക്കലിൽ പോകണം, പെട്ടെന്ന് പോകണം, മെഡിക്കൽ കോളേജിൽ പോകണം. മെഡിക്കൽ കോളേജിൽ പോകാനുള്ള റെഫറൻസ് അവർ എഴുതി വിട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകാനുള്ള റെഫറൻസ് അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളെ ചേട്ടൻ പറഞ്ഞു ഇല്ല, പോണില്ല, നാളെ പോവാം. അല്ല, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? അത് വേഗത്തിൽ പോയി സർജറി ചെയ്യണമെന്ന്. സർജറി ചെയ്യണം. ആ കാരണം എന്താണ്? അത്രത്തോളം സിവിയർ പ്രശ്നമായിരുന്നു. അപ്പൻഡിക്സ് പഴുത്തുപോയി. അപ്പൻഡിക്സ് പഴുത്തുപോയി. സ്കാനിങ്ങിൽ അതാ പറഞ്ഞിരിക്കുന്നത്, അപ്പൻഡിക്സ് പഴുത്തുപോയി. ഡോക്ടർ പറഞ്ഞു, ബ്രദർ പറഞ്ഞാണ് പറയുന്നത്, വേറെ ഒരാഴ്ച കൊണ്ട് അകത്തു നിന്ന് ഗ്യാസ് വരുമ്പോഴൊക്കെ പുഴുത്ത സ്മെല്ലാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഗ്യാസിന്റെ ആയിരിക്കും, ഞാൻ വിചാരിച്ചു നിസ്സാരമായിട്ട്. പക്ഷെ അവിടെ ഫസ്റ്റ് സ്കാൻ ചെയ്ത് ആള് നോക്കിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വാന്ന് പറഞ്ഞു. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷം അയാൾ പറഞ്ഞ് സ്ഥിരീകരിച്ചു, ഇത് അപ്പൻഡിക്സ് ആണ്, സ്ഥിരീകരിച്ചു. പഴുത്ത്
പൊട്ടാറായി. അപ്പൻഡിക്സ് പൊട്ടിയ പോയിസൺ ആണ്. അതായത് ഇനി അത് എങ്ങനെ പറയാം, പശുകൊണ്ട് നിൽക്കുകയാണ്, സംസാരിച്ച് സമയം കളയണ്ട, നീ പെട്ടെന്ന് പോ. അതായത് ആ സമയത്ത് തന്നെ പോകാനാ പറയുന്നത്. സ്കാനിങ് ആ സമയത്തെ പറയുന്നുണ്ട്. ആ സമയത്തെ പറയുന്നത് നിങ്ങൾ വെച്ചോണ്ടിരിക്കുക, നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. എവിടെ? മെഡിക്കൽ കോളേജിൽ സ്കാൻ ചെയ്യാൻ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പോഴേക്കും അവിടെ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പം അവർ നോക്കിയിട്ട് പറഞ്ഞു അപ്പൻഡിക്സ് സ്ഥിരീകരിച്ചു. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടാന്ന് ചോദിച്ചു. അപ്പം ഇൻഷുറൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മെഡിക്കലിൽ തന്നെ പോയിക്കോളി എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാത്തിനും സൊല്യൂഷൻ സഭയാണല്ലോ, സഭയിലേക്ക് വരാം, ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നാളെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടറെ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ പുള്ളിക്കാരൻ ചിന്തിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കൂല, എനിക്ക് ഏതെങ്കിലും ഡോക്ടറിന്റെ പേര് പറ, എനിക്ക് എഴുതണം, എനിക്ക് വേറെ. അതായത് ഡോക്ടറിന് അത് ഇഷ്ടപ്പെട്ടില്ല. നാളെ പോവാന്ന് പറഞ്ഞതോ. അതായത് പുള്ളിക്കാരൻ പറയുന്ന ഡ്യൂട്ടി സമയത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാ പുള്ളിക്കാരനാണ് പ്രശ്നം. അതായത് അത്ര സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അതെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പേര് പറഞ്ഞ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറിന്റെ പേരും അറിയില്ല, മെഡിക്കലിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും മുഖത്ത് നോക്കൂല. പിന്നെ അവർ ഈ റിപ്പോർട്ട് എഴുതിയിട്ട് അങ്ങ് വിട്ട്. അപ്പം എനിക്ക് അപ്പോൾ തോന്നിയത് ഈ സൊല്യൂഷൻ എല്ലാത്തിനും സഭയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്തിന് അതിന്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്നു. പക്ഷെ 3:30 മണിയായപ്പോഴേക്കും പനി തുടങ്ങി. ആ സമയത്ത് പനിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പാരസെറ്റമോളും വേറെ 3 ഗുളികയും കൂടെ അടിച്ചിട്ട് നേരെ ഇങ്ങ് വന്നു. ഇവിടെ വന്ന് ഞാൻ മൂലയിൽ പോയി ഒതുങ്ങിയിരുന്നു. എന്നിട്ട് കുറച്ച് മാറിയിരുന്ന് പിന്നെ അതിനുശേഷം 7:30 മണിയായപ്പോൾ വീണ്ടും കൂടി. പിന്നെ അതോടെ ഞാൻ അങ്ങനെ കുനിയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നൂന്നിരിക്കാൻ പറ്റൂല. അങ്ങനെ ആ ഗ്രില്ലിൽ അങ്ങനെ ചാഞ്ഞിരുന്ന് പിന്നെ അതിനുശേഷം ബ്രദർ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ജോൺ ബേർ മിറക്കിൾ സൺഡേ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അവസാനമായപ്പോൾ ഞാൻ പോയി. പക്ഷെ ബ്രദർ കൈവച്ചിട്ടൊന്നും പറഞ്ഞില്ല, ബ്രദർ ഇത്രയും മാത്രം പറഞ്ഞു, ഭയപ്പെടാതെന്ന് പറഞ്ഞു. അപ്പം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആമേൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. പക്ഷെ പിന്നെ വേദനയില്ല. അത്രയും നേരം ഉണ്ടായിരുന്ന വേദന പിന്നീട് ഇല്ല. അത് ഒരു പ്രാർത്ഥിക്കുകയല്ല ചെയ്ത് കൈവച്ചിട്ട് ഭയക്കരുതെന്ന് പറഞ്ഞു. പിന്നെ വേദനയില്ല. ഞാൻ എങ്ങനെ രാത്രി തള്ളി നീക്കുമെന്നൊരു ചിന്തിച്ചു പോയി. കാര്യം അത്ര വേദനയോടെ ഇരിക്കുകയായിരുന്നു. രാത്രി എങ്ങനെ തള്ളി നീക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. കിടന്നതേ അറിയാവൂ, നേരം വെളുത്തത് അറിയാം. സുഖമായിട്ട് പിന്നെ വേദന വന്നിട്ടില്ല. പിന്നെ വീട്ടുകാരുടെ ടോർച്ചറാണ്. സൗഖ്യമായെങ്കിൽ കയ്യിൽ റിപ്പോർട്ട് വേണം. ഉറപ്പായിട്ടും നല്ല കാര്യം. നല്ല കാര്യം. എനിക്ക് നല്ല കാര്യം. സൗഖ്യമായത് നമുക്കൊരു പ്രൂഫ് വേണം. കാരണം ആൾറെഡി തന്റെ ശരീരത്തിൽ അപ്പൻഡിക്സ് ഉണ്ട് എന്നുള്ളൊരു സ്കാനിങ് റിപ്പോർട്ട് ഇരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു പറയും? പിന്നെ ഇവരെ നിർബന്ധം സഹിക്കാതെ വീണ്ടും പോയി. എവിടെയാ പോയത്? വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. ആ ഹോസ്പിറ്റൽ അവിടെ തന്നെ പോയി. ഓക്കെ. അപ്പം സ്കാൻ ചെയ്യാൻ പോയപ്പോഴേക്കും ആ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ. അപ്പൻഡിക്സിന്റെ ഒന്നും ഇല്ലെന്നാ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് വേണേ നോക്കാം. ഇത് 28 ജൂലൈ 2025 കിട്ടിയ റിപ്പോർട്ടാണ്. 27-ാം തീയതി സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. വൈകുന്നേരം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അടുത്ത ദിവസം സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രയാസമില്ല. എന്റെ കർത്താവ് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. എന്തോ പറയാനുള്ളത്? സഭയ്ക്കകത്തിരിക്കുന്നെങ്കിൽ നാം സുരക്ഷിതരാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാനും ബ്രദർ ഗോഡ്വിൻബർ, കാരണം എന്നോട് പ്രിൻസിപ്പൽ എല്ലാവരും വിളിച്ചിരുന്നു ഗോഡ്വിൻബർ കുറച്ച് പ്രയാസത്തിലായിരുന്നു എന്ന്. കാരണം വേദന അത്രത്തോളം ഭാരമായിരുന്നു. പക്ഷെ തൻ്റെ വിശ്വാസം ആ സൗഖ്യത്തെ വെളിപ്പെടുത്തി. എനിക്ക് പറയാനുള്ളത് ഓപ്പറേഷൻ പറഞ്ഞു പൊട്ട്, അതായത് ആ നിമിഷം പോകാൻ പറഞ്ഞെടുത്തു. പോയ ആ സെക്കൻഡ് തന്നെ അവർ ചെയ്യുമെന്നാ പറഞ്ഞ. പോയ ആ അത്രത്തോളം സിവിയർ ആയിടത്ത് നിന്ന് അത്രയും വീക്കം വെച്ച് അത്രയും ഏത് സമയം പൊട്ടാം, എപ്പോഴും വേണമെങ്കിലും പൊട്ടാം, ഏത് സമയം വേണം പൊട്ടാം. ബ്ലഡിലോട് ചേർന്ന അപ്പോൾ തന്നെ ആള് തീരും. യെസ്, അത് അത്ര അപ്പൻഡിക്സ് പൊട്ടിയ കുറച്ച് പക്ഷേ സെക്കൻഡുകൾക്കകത്ത് പോകുന്ന പറഞ്ഞു. അങ്ങനെയാ ഡോക്ടറിന് ദേഷ്യം വന്നത് എൻ്റെ അടുത്ത്. അങ്ങനെ ഡോക്ടറിന് ദേഷ്യം, അതായത് ബ്രദറിന് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നാളെ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അപ്പോൾ തന്നെ തട്ടിപ്പോകുന്ന കാര്യമാണ് പറയുന്നത് പറഞ്ഞു. ഓപ്പൺ ആയിട്ട് പറഞ്ഞു തട്ടിപ്പോകുന്ന കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇയാള് നാളെ പോവില്ല, ഇപ്പൊ പോണെന്ന് പറഞ്ഞു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഒരു പ്രയാസവും ഇല്ല, ഒരു ലക്ഷണവും ഇല്ല, അതവിടെ കാണാനില്ല. നേരത്തെക്കാളും നല്ല ബലമുണ്ട്. എന്തോ നേരത്തെക്കാളും ബലമുണ്ട്. ബ്രദർ പറഞ്ഞു നേരത്തെക്കാൾ ബലമുണ്ടാണ്. കാരണം എന്റെ കർത്താവിന്റെ സൗഖ്യം ഗോഡ്വിൻബറിന്റെ മേൽ ചലിച്ചു. കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറയണേ. സൗരങ്ങളെ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്.
ഓപ്പറേഷൻ മാറിപ്പോയി. അതുപോലെ ഓപ്പറേഷന്റെ ഭാരത്താൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഈ രാത്രി നിങ്ങളുടെ വീടുകളിൽ ഒരു അത്ഭുതം ഉണ്ടാകുക. നിങ്ങളുടെ ശരീരത്തിൽ കത്തി കയറത്തില്ല, ഒരു ഓപ്പറേഷനും ഉണ്ടാകത്തില്ല. ഗോഡ്വിൻബറിനെ വിടുവിച്ച അതേ കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയായിരുന്നു ഈ ബ്രദർ പോയത്. കാരണം അത്രത്തോളം ഒരു സാഹചര്യമാണ് തൻ്റെ മുൻപിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് തന്നെ അവിടെ സമാധാനത്തോടെ നിർത്തുവാനും സൗഖ്യമാക്കുവാനും കർത്താവ് കൃപ ചെയ്തു എന്ന് നമുക്ക് കേൾക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ എന്നെ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതേപോലെ ഇപ്പോൾ തീരും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അടുത്ത നിമിഷം അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയത്തില്ല, അത്രയും ഭയത്തിലും വേദനയിലുമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാട്ടെ, നിങ്ങൾ അവനിൽ ആശ്വാസം കാണുവാനിടയാകും. എല്ലാ ടെൻഷനുള്ള സാഹചര്യങ്ങളും മാറി കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണും. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേട്ട ഓരോ വ്യക്തികളും ഇപ്പോൾ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ ഒരു ദിവസമില്ല എന്ന് പറയുന്ന അത്രയും ക്രൂഷ്യലായ ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ പോലും, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ പോലും അവൻ്റെ കരത്തിലൊന്ന് ആശ്രയിച്ചാട്ടെ, അത്ഭുതങ്ങളെ കാണും. എന്നാൽ അടുത്ത സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒറ്റശേഖരമംഗലത്ത് നിന്നും ശ്രീലേഖ എന്ന സിസ്റ്ററാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 20 വർഷമായിട്ട് താൻ താമസിക്കുന്നത് പണി പൂർത്തിയാകാത്ത ഒരു വീട്ടിലായിരുന്നു. എന്നാൽ 2019 കൊറോണ തുടങ്ങുമ്പോൾ ഏട്ടനൊരു ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു, ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം ചില വരൾച്ചയുടെ അല്ലെങ്കിൽ ക്ഷാമത്തിൻ്റെ കാലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹത്തിലേക്ക് വരും, വീടുകൾ സ്വന്തമാക്കും, നന്മകൾ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ അതിനെ ഏറ്റെടുത്തു. 20 വർഷമായിട്ട് താൻ പണി പൂർത്തിയാകാത്ത വീട്ടിൽ താമസിക്കുമ്പോൾ പോലും താൻ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തപ്പോൾ തൻ്റെ ലൈഫിലുണ്ടായ അത്ഭുതമെന്ന് പറയുന്നത്, സിസ്റ്റർ പറയുന്നത്, പണി പൂർത്തിയായി വലിയൊരു വീട്ടിൽ 10-11 സെൻറ്റോളമുള്ള ഒരു സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു വീട് തനിക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ വീടാ. നമുക്കറിയാം ആ വീടിന്റെ മുകളിലത്തെ കോൺക്രീറ്റ് പോലും ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലും തേക്കാത്തൊരു പഴയ ഒരു വീട്. 2019 ജോൺ ബ്രദർ ന്യൂ ഇയർ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു, 2026 വരെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവകൾ വാങ്ങും, ഒരു വീടുള്ളവർക്ക് 2 വീടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ദൂതുകൾ പറഞ്ഞായിരുന്നു. വരുന്ന 6-7 കൊല്ലങ്ങൾ ദേശത്ത് ക്ഷാമമുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. അതിനുശേഷമാണ് കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ കേരളത്തിലൊക്കെ വളരെ ശക്തമായത്. ദൈവം ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളെ കൊണ്ടത് ഒരിക്കലും സാധിക്കൂല. 11 സെന്റ് സ്ഥലവും വാർത്ത റൂഫ് ചെയ്ത നല്ലൊരു വീട്, വലിയൊരു വീട് ലഭിച്ചു. അതെ, ഹസ്ബൻഡിനെ ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരിക്കൽ 25 ലക്ഷം രൂപ ആവും ഈ വീട് പണി ചെയ്യുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു നല്ല വീടാ. ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു പണിയും ഇല്ല, എല്ലാ പണിയും പൂർത്തിയായി. മുറ്റം വരെ ഇന്റർലോക്ക് ഇട്ട വീടാ. സ്ഥലം ഫ്രീ ആയിട്ടാ കിട്ടിയത്. അത് ദൈവം ഞങ്ങൾക്ക് തന്നതാ. എന്തോ ഭവനത്തിന് പേരിട്ടിരിക്കുന്നത്? ബദേൽ എന്ന ഭവനത്തിന് പേരിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പ്രിയ ശ്രീലേഖ എന്ന് പറയുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ വരുന്നത് ഒറ്റശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. താൻ ഇന്ന് ജീസസ് വേൾഡിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകയും ലീഡറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ വിടുതലുകൾ, ദൈവപ്രവൃത്തികൾ നമ്മൾ കേൾക്കാനായി പോവുകയാണ്. അനേകമായ അത്ഭുതങ്ങൾ സിസ്റ്റർ പങ്കുവയ്ക്കാനുണ്ട്. എന്നാൽ പ്രധാനമായും ഇന്ന് നമ്മോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, തനിക്ക് ഒരു പുതിയ ഭവനവും വസ്തുവും നൽകി ദൈവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. നമുക്ക് ശ്രീലേഖ സിസ്റ്ററിൽ നിന്ന് തന്നെ കേൾക്കാം. സിസ്റ്ററെ പറഞ്ഞാട്ടെ, എങ്ങനെ നമ്മുടെ മീറ്റിങ്ങിന് വരാനിടയായത്? TV-യിൽ കണ്ട ബ്രദറിന്റെ പ്രോഗ്രാം ഇവിടെ ദേവി ഓഡിറ്റോറിയത്തിലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നതാ. എത്ര വർഷമായി കാണും? 2017 വന്നത്. 2017 തൊട്ട് സിസ്റ്റർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചർച്ചിന്റെ ഭാഗമായി തീർന്നത്. എന്നാൽ സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായി ഉണ്ടായ വിടുതലും വീടിന് ഒരു പുതിയൊരു വീട് ലഭിച്ചതുമാണ്. ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ വീടാ, പണി തീരാത്തൊരു വീടാണ്. പക്ഷേ 2019 ജോൺ ബ്രദർ ന്യൂ ഇയർ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു, 2026 വരെ
കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവകൾ വാങ്ങും, പുതിയ വീടുകൾ ഉണ്ടാവും, ഒരു വീടുള്ളവർക്ക് 2 വീടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ദൂതുകൾ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 2020 ആണ്ടിലേക്ക്, ന്യൂ ഇയറിലേക്ക് കടക്കുമ്പോൾ ബ്രദർ പറഞ്ഞൊരു ആലോചനയുണ്ട്. വരുന്ന 6-7 കൊല്ലങ്ങൾ ദേശത്ത് ക്ഷാമമുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. അതിനുശേഷമാണ് കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ കേരളത്തിലൊക്കെ വളരെ ശക്തമായത്. എന്നാൽ അതിന്റെ നടുവിൽ ബ്രദർ പറഞ്ഞൊരു ആലോചന ഒരിക്കലും ജീസസ് വേൾഡ് മറക്കത്തില്ല. അതിങ്ങനെയാണ്: പ്രതിസന്ധികൾ ദേശത്തുയരുമ്പോൾ ദൈവമക്കൾ സ്ഥലങ്ങൾ വാങ്ങും, വസ്തുക്കൾ വാങ്ങും, വീടുകൾ വെക്കും, നന്മകൾ സ്വന്തമാക്കും, അനുഗ്രഹത്തിലേക്ക് വരും. സത്യം പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് ജോൺ ബ്രദർ ജീസസ് വേൾഡിനോടും ആഗോള സഭയോടും പറഞ്ഞൊരു ആലോചനയാണ്. എന്നാൽ അത് ശ്രീലേഖ സിസ്റ്റർ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തു. സിസ്റ്റർ വീടിനെ കുറിച്ച് സിസ്റ്റർ പറഞ്ഞത് പണി തീരാത്ത വീടെന്നാണ്. ആ വീടിന്റെ സാഹചര്യങ്ങൾ, പഴയ വീടിന്റെ സാഹചര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ഞങ്ങൾക്കത് 5 സെന്റും വീടുമാണ്. അത് ഒരു തേരി പറത്തിരിക്കുന്നതുകൊണ്ട് അവിടെ വെള്ളം, ഒരു കയറ്റത്തിലാണ് വീട്. അതെ, അതോട് മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാം താഴത്തെ വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്ക്. അതില് എന്താ പറയാ, നമുക്കറിയാം ആ വീടിന്റെ മുകളിലത്തെ കോൺക്രീറ്റ് പോലും ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലും തേക്കാത്തൊരു പഴയ ഒരു വീട്. ഒത്തിരി വർഷമായിട്ടും, ഒത്തിരി വർഷങ്ങളായി അല്ലേ, 20 വർഷമായിട്ടും പണി തീരാത്തൊരു വീട്ടിലാണ് താനായിരുന്നത്. എന്നാൽ ആ ദൂത് ഏറ്റെടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? 2024 ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു ആള് പറഞ്ഞിട്ടാ ഞങ്ങൾ ആ വീട് ചെന്ന് നോക്കുന്നത്. പക്ഷെ ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ആ വീട് കിട്ടുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ കൃപയല്ല എന്ന് വെച്ചാൽ ദൈവം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളെ കൊണ്ടത് ഒരിക്കലും സാധിക്കൂല. പക്ഷേ ദൈവം അത് ഞങ്ങൾക്ക് തന്നതുപോലെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വീടാ ദൈവം നമുക്ക് തന്നത്. കാരണം കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടോ. ആ വീടിനെ കുറിച്ച് പറഞ്ഞു. എത്ര സെന്റ് സ്ഥലമാണ് വാങ്ങിയത്? 11 സെന്റ് സ്ഥലവും 11 സെന്റ് സ്ഥലവും വാർത്ത റൂഫ് ചെയ്ത നല്ലൊരു വീട്, വലിയൊരു വീട് ലഭിച്ചു. പണി പൂർത്തിയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് ലഭിച്ചു. കൈകൾ അടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് ആർക്കും അവൻ കടക്കാരനല്ല. അതിന്റെ തെളിവാണ് ശ്രീലേഖ സിസ്റ്റർ നാളുകളായി സഭയോട് വിശ്വസ്തയോടെ ചേർന്ന് ഈ കുടുംബമായിരിക്കുന്നു. ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ അവർക്ക് നൽകി. വിശ്വസ്തനായ ദൈവം ഈ സിസ്റ്ററിനോടും തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് അത് തെളിയിച്ചു കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഭവനം തനിക്ക് ലഭിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത്? മേസ്തിരി പണിയാ. അപ്പോൾ ഹസ്ബൻഡിനെ ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരിക്കൽ 25 ലക്ഷം രൂപ ആവും ഈ വീട് പണി ചെയ്യുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു നല്ല വീടാ. ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു പണിയും ഇല്ല, എല്ലാ പണിയും പൂർത്തിയായി. മുറ്റം വരെ ഇന്റർലോക്ക് ഇട്ട വീടാ. ഞങ്ങൾക്കത് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ 17,40,000 രൂപയ്ക്ക് ആ വീട് കിട്ടിയത്. ആ വീട് വയ്ക്കണമെങ്കിൽ 25 ലക്ഷം രൂപയാവും. പക്ഷെ ഞങ്ങൾക്ക് സ്ഥലം ഫ്രീ ആയിട്ടാ കിട്ടിയത്. അത് ദൈവം ഞങ്ങൾക്ക് തന്നതാ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സാധാരണ ഒരു മേസ്തിരി ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഫിനാൻഷ്യലി ഒന്നും ഒത്തിരി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഫാമിലി അല്ല. എന്നാലും അവർ പറഞ്ഞത് വിശ്വാസത്തോടെ ആ വസ്തുവിന്റെ ക്യാഷ് കുറഞ്ഞു വരുന്ന വണ്ണം 25 ലക്ഷം രൂപയോളം ആകുന്ന വീട് 17 ലക്ഷം രൂപയ്ക്ക് 17 ലക്ഷം രൂപയ്ക്ക് ലഭിക്കാനിടയായി തീർന്നു. എല്ലാവരും കൈകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ടാണ് ശ്രീലേഖ സിസ്റ്റർ ആയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, തന്റെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അല്ലേ? ഒത്തിരി മാറ്റങ്ങളുണ്ടായി. എന്ത് പ്രാർത്ഥനയ്ക്കായിട്ടാണ് സിസ്റ്റർ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്? ഹസ്ബൻഡിന്റെ മദ്യപാനം, മക്കളുടെ രോഗം, മോന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറാനാ, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാ ഞങ്ങൾ വന്നത്. സമാധാനം ഉണ്ടാകാൻ വേണ്ടി ദേവി ഓഡിറ്റോറിയത്തിൽ 2017 വന്നതാണ്. ഇപ്പോൾ ഭവനം എങ്ങനെ ആയിരിക്കുന്നു? സന്തോഷം, സ്വർഗം പോലെയാ. എന്തോ ഭവനത്തിന് പേരിട്ടിരിക്കുന്നത്? ബദേൽ. ബദേൽ എന്ന ഭവനത്തിന് പേരിട്ടിരിക്കുകയാണ്. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. വന്നത് സമാധാനമില്ലാതെയാ. ഹസ്ബൻഡിന് മദ്യപാനം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് അനേക അസ്വസ്ഥതകളും രോഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ബദേൽ എന്നൊരു ദൈവഭവൻ അവർക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് വീട്ടിൽ സ്വസ്ഥതയുണ്ട്. ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ പബ്ലിക് മീറ്റിങ്ങിനും ന്യൂ ഇയർ മീറ്റിങ്ങിനും ഒക്കെ ഹസ്ബൻഡ് വരാറുണ്ട്. മദ്യപാനത്തിലായിരുന്ന കുടുംബത്തിൽ നിന്ന് ഹസ്ബൻഡ് കർത്താവിലേക്ക് വന്നു, അവിടുത്തെ അമ്മ കർത്താവിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവിന്റെ വേലയുടെ ഭാഗമാണ്. ശ്രീലേഖ സിസ്റ്റർ ആ നാട്ടിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ലീഡറായി മാറി. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ ഈ പ്രിയ സിസ്റ്റർ നമ്മളോട് പങ്കുവെക്കാനുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. 20 വർഷമായിട്ട് താൻ ആയിരിക്കുന്നത് ഒരു ഇല്ലായ്മയുടെ സാഹചര്യത്തിലാണ്, പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒന്നില്.
അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ അനുഭവിച്ചതാണ് നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഇതേപോലെ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴാണ് പ്രതീക്ഷയില്ല എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ആയിരിക്കുന്നത്. വിശ്വസിച്ചാൽ മാത്രം മതി അവൻ്റെ അത്ഭുതത്തെ കാണാനായി കഴിയും. അവൻ്റെ പ്രവൃത്തിയിലൊന്ന് വിശ്വസിച്ചാട്ടെ. നിന്റെ കരത്തിൻ്റെ നന്മയെ നോക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൊന്ന് വിശ്വസിച്ചാട്ടെ. നിന്റെ കൈകളിലുള്ളത് നോക്കാതെ കർത്താവിൻ്റെ അത്ഭുതത്തെ ഒന്ന് വിശ്വസിച്ചാട്ടെ. നീ അവിടെ എത്തുന്നത് കാണും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട സാക്ഷ്യം പോലെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇരുട്ടിൽ കർത്താവേ ആയിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, പുറത്തു നിന്നൊരു ആശ്രയം വരുമെന്ന് ചിന്തിക്കാതെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി പോലും തോറ്റുപോകത്തില്ല. ഒരു വ്യക്തി പോലും തോറ്റുപോകത്തില്ല. ഒരു വ്യക്തി പോലും തോറ്റുപോകത്തില്ല. കർത്താവേ, ഇവർ അത്ഭുതത്തെ കൊണ്ടേ പോകത്തുള്ളൂ. ഇവരുടെ ജീവിതത്തിൽ അവർ അത്ഭുതം അനുഭവിക്കും. ഇവരുടെ ജീവിതത്തിൽ അവർ അത്ഭുതം അനുഭവിക്കും. ഇവരുടെ ലൈഫിൽ അവർ അത്ഭുതം അനുഭവിക്കും. ആ ദൈവത്തെ അവർ രുചിച്ചറിയും. ദൈവത്തെ അവർ രുചിച്ചറിയും. അയ്യോ, ഞാൻ അനുഭവിച്ച കർത്താവിൻ്റെ സാന്നിധ്യം ഇത്രത്തോളം വിലയുള്ളതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകും. കർത്താവേ, ജീവിതത്തിലുടനീളം അത് അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിൽ അത് കാണട്ടെ അപ്പാ. ഇവരുടെ ജീവിതത്തിൽ അത് കാണട്ടെ അപ്പാ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു കർത്താവേ. സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക്, കർത്താവേ, അതിശയങ്ങളിൽ നിന്ന് അതിശയങ്ങളിലേക്ക് ഇവർ മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ. ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്തു ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.